അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18 വ്യാഴാഴ്ച. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. ജൂൺ 30 വരെ വൈകിട്ട് 6 മുതൽ 12 വരെ മിതമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KEB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടായതാണ് കാരണം. പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസം മൂലം താപനില ഉയർന്നതും വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും പ്രതിസന്ധിക്ക് കാരണമായെന്ന് KEB. LDF സർക്കാർ ഒപ്പുവച്ച PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് UDF സർക്കാർ. 2 ഉപാധികളോടെ പദ്ധതി നടപ്പാക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. സ്കൂൾ പാഠ്യപദ്ധതി തീരുമാനിക്കാനും PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് വേണമെന്നതാണ് ഉപാധി. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കാൻ മന്ത്രിതല ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് LDF സർക്കാർ 99 കോടി രൂപ വാങ്ങുകയും കേന്ദ്രം 106 കോടി രൂപ കൂടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. 105 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് തൃശൂരിലും കണ്ണൂരിലും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. തൃശൂർ അരിമ്പൂരിൽ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിദിന ഡെങ്കി രോഗബാധ 100 കടന്നു. പനിയും ജലദോഷവുമുള്ള കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഡ്രൈ ഡേ. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുമായുള്ള യോഗത്തിലാണ് നിർദ്ദേശം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് 9 മണിക്കൂറോളം ചോദ്യം ചെയ്തു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വീണ പ്രതികരിച്ചില്ല. ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. PM ശ്രീയിൽ കേരളത്തിന്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. BJPയുടെ ഇംഗിതങ്ങൾ നടപ്പാക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് CPM നേതാവ് KN ബാലഗോപാൽ MLA. PM ശ്രീ പദ്ധതിയുടെ പണം LDF സർക്കാർ കൈപ്പറ്റിയെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ സത്യവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനം RSS അജണ്ടയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ വഞ്ചനയ്ക്ക് കേരളം മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PM ശ്രീ പദ്ധതി എന്തുകൊണ്ട് റദ്ദാക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അധികാരത്തിലെത്തിയാൽ പദ്ധതി റദ്ദാക്കുമെന്ന് VD സതീശൻ പറഞ്ഞിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ CPI സംസ്ഥാന കൌൺസിലിൽ രൂക്ഷ വിമർശനം. സെക്രട്ടറി സ്ഥാനത്തിരുന്ന് അപക്വമായി പെരുമാറുന്നുവെന്ന വിമർശനം ഉയർന്നു. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സ്ഥാനാർത്ഥിത്വം വീതിച്ചെടുത്തുവെന്നും അവതാര പരാമർശം അപക്വമാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനാവശ്യമാണെന്നും വിമർശനമുണ്ടായി. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലോടുന്ന 3 സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ മാസം കൂടി സർവീസ് നടത്തും. യാത്രക്കാരുടെ തിരക്കുള്ളതിനാലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ 1 മാസത്തേക്ക് കൂടി നീട്ടിയത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ 5 പോലീസുകാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള SIT അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പിണറായി വിജയന്റെ ഗൺമാൻമാരായിരുന്ന അനിൽ കല്ലിയൂർ, സന്ദീപ് അടക്കമുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ആലപ്പുഴ ജില്ലാ ജഡ്ജി ഹണി M വർഗീസ് ജാമ്യം അനുവദിച്ചത്.
ശരീര സൌന്ദര്യ മത്സര വിജയി ഷിനു ചോപ്പയെ പോലീസ് ഇൻസ്പെക്ടറായി നിയമിച്ചതിൽ ഡിജിപിയോട് റിപ്പോർട്ട് തേടിയെന്നും പരിശീലനം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അനർഹർക്ക് നിയമനം നൽകാൻ പാടില്ല, റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ശബരിമലയിലെ ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ മേൽക്കൂരയിൽ വീണത് നെയ്യാണെന്ന് സ്ഥിരീകരിച്ചു. 3 നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ കഴുകി വൃത്തിയാക്കി. ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് മേൽക്കൂരയിലേക്ക് നെയ്യൊഴിച്ചതെന്നും കണ്ടെത്തി. ബിജെപി വിട്ടാരംഭിച്ച വി ദ ലീഡേഴ്സ് മൂവ്മെന്റ് ജൂലൈ മാസത്തോടെ രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന് കെ അണ്ണാമലൈ. വി ദ ലീഡേഴ്സ് മൂവ്മെന്റ് ജൂലൈയോടെ രാഷ്ട്രീയ പാർട്ടിയായി പരിണമിക്കാനുള്ള യഥാർത്ഥ ട്രാക്കിലാണെന്നും 50 ലക്ഷം അംഗത്വം നേടുക എന്നത് ലക്ഷ്യമാണെന്നും ബിജെപി തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞു. കർണാടക സർക്കാരിന് കീഴിലുള്ള ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോ വാസ്കുലാർ സയൻസ് ആൻഡ് റിസർച്ചിൽ 11 രോഗികൾ മരിച്ചു. ഹൃദ്രോഗത്തിന് ചികിത്സ തേടിയെത്തിയ 77 രോഗികളിൽ 11 പേരാണ് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് കാരണമെന്ന് ആരോപിച്ച രോഗികളുടെ കൂട്ടിരിപ്പുകാർ രംഗത്തെത്തി. ഡൽഹിയിൽ വീണ്ടും ഭീകരവാദ മൊഡ്യൂൾ തകർത്തതായി പോലീസ്. 5 പേരെ അറസ്റ്റ് ചെയ്തു. ISI ഹാൻഡ്ലർ ഷഹസാദ് ഭട്ടിയുമായി ബന്ധമുള്ള സംഘമാണ് പിടിയിലായത്. ഡൽഹിയിലും അയൽ സംസ്ഥാനങ്ങളിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതിയുടെ നോട്ടീസ്. കേസ് ഇന്ന് 2:30 വീണ്ടും പരിഗണിക്കും. കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് സർക്കാരിന്റേതെന്ന് കോടതി വിമർശിച്ചു. എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനമെന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ടെന്നും കേന്ദ്രം പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കള്ളനെ പിടിക്കുന്നതിന് പകരം ഇരയുടെ വീടിന് പൂട്ടിടുക എന്ന് പറയുന്നത് പോലെയാണ് കേന്ദ്രത്തിന്റെ നടപടിയെന്ന് രാഹുൽ പരിഹസിച്ചു. ഇന്ത്യ പാകിസ്ഥാനെതിരെ വീണ്ടും സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. ഓപ്പറേഷൻ സിന്ദൂറിനുള്ള തയ്യാറെടുപ്പുകൾ നിർദ്ദേശിച്ചുകൊണ്ട് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് സൈനിക വിഭാഗങ്ങൾക്ക് അയച്ച കത്തെന്ന പേരിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭവാനിപൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടേറ്റ പരാജയത്തെ ചോദ്യം ചെയ്ത തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിച്ചാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ മമത ഹർജി നൽകിയത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പിളരുന്നു. 6 ലോക്സഭാ എംപിമാർ ഏകനാഥ് ഷിൻഡെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്ക് ആകാൻ നീക്കം തുടങ്ങി. പോകുന്നവർ രാജിവെച്ച് പോകണമെന്ന് സഞ്ജയ് റാവുത്ത് പറഞ്ഞു. വിമതരെ കാണാൻ ഏകനാഥ് ഷിൻഡെ ഡൽഹിയിലെത്തി. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയെ കയ്യേറ്റം ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പോലീസ് സ്റ്റേഷന് പുറത്ത് വൻ സ്വീകരണം. ആൾക്കൂട്ടം പ്രതികളെ മുദ്രാവാക്യം വിളികളോടെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച നടപടികളിൽ സന്തോഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികരുടെ സുരക്ഷ പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തിയ മോദി ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയെ സഹായിക്കുമെന്നും G7 ഉച്ചകോടിക്കിടെ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പരസ്പരം പുകഴ്ത്തിയാണ് മോദിയും ട്രംപും സംസാരിച്ചത്. മോദിയെപ്പോലെയാകാൻ തനിക്ക് കഴിയില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിലെ ധാരണകൾ പുറത്ത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. അണ്വായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി പുറത്തുവിടാത്ത ഈ രേഖ US ഉദ്യോഗസ്ഥനിൽ നിന്നാണ് ലഭിച്ചതെന്ന് CNN റിപ്പോർട്ടിൽ പറയുന്നു. ലെബനനിൽ ആക്രമണം നടത്തരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താക്കീത് നൽകിയതിന് പിറകെ തെക്കൻ ലെബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം. മൻസൂരി, ആസിയെ എന്നീ നഗരങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടു. ബരാഷിത്ത് എന്ന സ്ഥലത്തും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ അനുസരിച്ചില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഇറാനുമായി ഒപ്പുവെക്കുന്നത് അന്തിമ കരാറല്ലെന്നും ഒരു ധാരണാപത്രമാണെന്നും ട്രംപ് പറഞ്ഞു. ഫ്രാൻസിലെ എവിയൻ വേദിയാകുന്ന G7 ഉച്ചകോടിക്കിടെ ഈജിപ്തുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് US പ്രസിഡന്റിന്റെ പ്രതികരണം. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15-ന് പ്രാബല്യത്തിൽ വരുമെന്ന് UK സർക്കാർ അറിയിച്ചു. ലണ്ടനിലെ സ്റ്റീൽ താരിഫ് വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം നടപ്പിലാക്കാൻ വൈകിയ കരാറാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ബ്രെക്സിറ്റിനു ശേഷം UK ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ ഉഭയകക്ഷി വ്യാപാര കരാറാണ് ഇത്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത ഗ്രൂമിംഗ് ഗ്യാങ്ങിന് പിന്നിൽ പാകിസ്ഥാനികളാണെന്ന ബ്രിട്ടീഷ് MP. UKയിൽ പ്രവർത്തിക്കുന്ന ലൈംഗിക പീഡന സംഘങ്ങളെക്കുറിച്ച് ഗുരുതര വെളിപ്പെടുത്തലുകളാണ് റൂപ്പർട്ട് ലോവ് നടത്തിയത്. UKയിലെ വിവാദമായ ഗ്രൂമിംഗ് ഗ്യാങ് പീഡനങ്ങൾക്കിരയായവരുടെ മൊഴികൾ അദ്ദേഹം സഭയിൽ വായിച്ചു. അമേരിക്കയിലെ ദക്ഷിണ ടെക്സസിലുള്ള തിരക്കേറിയ ഹൈവേയിൽ ചെറുകിട ജെറ്റ് വിമാനം തകർന്നു വീണ് ഒരു മരണം, 5 പേർക്ക് പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് 5 ജീവനുകൾ രക്ഷപ്പെട്ടത്. വിയറ്റ്നാമിൽ കശാപ്പിനായി കൂടുകളിൽ സൂക്ഷിച്ച 500ഓളം വളർത്തുപൂച്ചകളെ പോലീസ് രക്ഷപ്പെടുത്തി. വളർത്തുമൃഗ കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ട 9 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തു. 3 വർഷമായി തെക്കൻ വിയറ്റ്നാമിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് വളർത്തുപൂച്ചകളെ കെണിവെച്ച് പിടിച്ചതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ പോർച്ചുഗലിന് അപ്രതീക്ഷിത തിരിച്ചടി. ദുർബലരായ കോങ്കോ പോർച്ചുഗലിനെ ഓരോ ഗോൾ വീതമുള്ള സമനിലയിൽ തളച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനം മോശമായിരുന്നു. 6-ാം മിനിറ്റിൽ ജാവോ നെവസിലൂടെ പോർച്ചുഗൽ ലീഡെടുത്തു. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് യോവാനെ വിസോ കോങ്കോയ്ക്ക് സമനില സമ്മാനിക്കുകയായിരുന്നു. 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തകർത്തു. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാമും മാർക്കസ് റാഷ്ഫോർഡും ഇംഗ്ലണ്ടിനായി ലക്ഷ്യം കണ്ടു. മാർട്ടിൻ ബട്ടൂറിനെയും പീറ്റർ മുസയുമായിരുന്നു ക്രൊയേഷ്യയുടെ സ്കോറർമാർ. വനിതാ T20 ലോകകപ്പിൽ നെതർലൻഡ്സിനെ 95 റൺസിന്റെ വമ്പൻ മാർജിനിൽ തകർത്ത് ഇന്ത്യൻ വനിതാ ടീം പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നെതർലൻഡ്സിനെ 17.3 ഓവറിൽ വെറും 114 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആക്കുകയായിരുന്നു. ഈ ജയത്തോടെ ഓസ്ട്രേലിയയെ മറികടന്ന് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 1-ാം സ്ഥാനം സ്വന്തമാക്കി. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പര ഇന്ത്യയ്ക്ക്. ലക്നൌവിലെ ഏകന സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം മത്സരത്തിൽ 170 റൺസിന് ജയിച്ചതോടെയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 49.5 ഓവറിൽ 402 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് അടിച്ചുകൂട്ടിയത്. 154 റൺസ് നേടിയ ശുഭ്മാൻ ഗില്ലിന്റെയും റൺസ് നേടിയ ഇഷാൻ കിഷന്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. യുവതാരം ശുഭ്മാൻ ഗിൽ പൂർണ്ണ ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഏകദിന പരമ്പര വിജയമാണ് ഇത്. അഫ്ഗാനിസ്ഥാൻ എ ടീമിനെ തകർത്ത് ഇന്ത്യ എ ത്രിരാഷ്ട്ര പരമ്പരയുടെ ഫൈനലിൽ പ്രവേശിച്ചു. 101 റൺസിന്റെ വമ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. നായകൻ തിലക് വർമ്മയുടെ ബാറ്റിംഗ് ഇന്ത്യയ്ക്ക് തുണയായി. തിങ്കളാഴ്ച ശ്രീലങ്ക എ ടീമിനോട് സൂപ്പർ ഓവറിൽ പരാജയപ്പെട്ടതോടെ ഇന്ത്യ എ ടീം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. ഈ വിജയത്തോടെ ഇന്ത്യ 4 പോയിന്റോടെ പട്ടികയിൽ ഒന്നാമതെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.